തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്താണ് ഒരു 10:20 ബസ് മറിഞ്ഞ് 49 പേരുമായി കൊടൈക്കനാലിലേക്ക് യാത്ര പുറപ്പെട്ട കാട്ടാക്കടയിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ്. കൊടൈക്കനാലിലേക്കായിരുന്നു യാത്രാ ലക്ഷ്യം. പക്ഷേ നെടുമങ്ങാട് എത്തിയപ്പോഴേക്കും വാഹനം ഒരു വളവിൽ വെച്ച് മറിയുകയായിരുന്നു. ഒരു വശം ചേർന്ന് മറിഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങി. 49 പേരെയും നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തേക്കെടുത്തവരെ ആദ്യം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് വളരെ വേഗത്തിൽ നിന്ന് ആംബുലൻസുകളിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും, നേരത്തെ 3, 4, 1 വയസ്സുള്ള കുട്ടികളടക്കമുള്ള സംഘമാണ്. അവർ ആവശ്യമായ ചികിത്സ നൽകാൻ കുട്ടികളെ SAT ആശുപത്രിയിലേക്കും എത്തിച്ചു. താരതമ്യേന പരിക്ക് കുറവുള്ളവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ, ത്വരിതവേഗത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം അപകടത്തിന്റെ ആഴം കുറച്ചു എന്ന് പറയേണ്ടി വരും. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ, അപ്പോഴേക്കും ഓടിയെത്തിയ പോലീസുകാർ, ഫയർഫോഴ്സ്, അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി ഓരോ മനുഷ്യർ, അവരെല്ലാം ആഴത്തിൽ വളരെ സോഷ്യലി കമ്മിറ്റഡായി പ്രവർത്തിച്ചതുകൊണ്ട് അപകടത്തിന്റെ ആഴം കുറഞ്ഞു. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന സങ്കടകരമായ വാർത്ത വരുമ്പോഴും ബസ്സിലുണ്ടായിരുന്ന 48 പേർക്കും കാര്യമായ പരിക്കുകളില്ലാതെ, കാര്യമായ ജീവഹാനികൾ സംഭവിക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. എന്തായാലും ഇനി അറിയേണ്ടത് അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ്. അതിലേക്കൊരു കാര്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ കാട്ടാക്കടയിൽ നിന്ന് പുറപ്പെട്ട ബസ്സായതുകൊണ്ടും ആ മേഖലയിൽ ഓടിച്ച് പരിചയമുള്ള ബസ്സായതുകൊണ്ടും ഡ്രൈവർ ആ പ്രദേശവാസിയാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്ഥലം, ടെറൈൻ പരിചിതമല്ലാത്തതെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഈ അപകടം നടന്ന ഉടൻ തന്നെ ആ സമയങ്ങൾ നമുക്ക് ഇതിൽ കാര്യമായ ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം രക്ഷാപ്രവർത്തനത്തിനാണ് അവിടെ പ്രഥമ പരിഗണന. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അറിയേണ്ടത് അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ അപകടത്തിന്റെ കാര്യങ്ങളിലേക്കും വളരെ വിശാലമായി തന്നെ കടന്നു ചെല്ലേണ്ടതുണ്ട്. നേരത്തെ ദൃക്സാക്ഷിയടക്കം പറഞ്ഞത് ബസ് അമിത വേഗത്തിലായിരുന്നു, ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു, പിറകെ പോയ വാഹനത്തിലുള്ളവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു കാര്യമുണ്ട്, അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിലൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ഡ്രൈവറെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഡ്രൈവർക്ക് പരിചയക്കുറവുണ്ടായിരുന്നോ? ഡ്രൈവർ അമിത വേഗത്തിലായിരുന്നുവോ? ഡ്രൈവർക്ക് മറ്റ് നിയമപരമായ ലൈസൻസുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു? ബസ്സിന്റെ പെർമിറ്റുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്ന സങ്കടകരമായ വാർത്തയെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ജയശങ്കർ അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നമ്മുടെ ജയശങ്കർ, ഈ നേരത്തെ ഒരു പരിസരവാസിയോട് സംസാരിച്ചപ്പോൾ പരിസരവാസികളടക്കം പറഞ്ഞത് അവർ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നാണ്. പക്ഷേ അപകടം കണ്ടവർ അമാന്തിച്ചില്ല, ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ബസ് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? നേരത്തെ വലിയൊരു ജനക്കൂട്ടത്തെ അവിടെ കണ്ടിരുന്നു. ഈ പരിസരവാസികൾ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ടോ? തിരികെ പോയിട്ടുണ്ടോ? അപകടം നടന്നത്. ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി. അപകടമുണ്ടായ ആദ്യ മിനിറ്റിൽ തന്നെ, നേരത്തെ നമ്മൾ ഈ അപകടമുണ്ടായ വീടിന് മുന്നിലെ സ്ത്രീയോട് സംസാരിച്ചതാണ്. അവർ ആ ഘട്ടത്തിൽ തന്നെ ഈ അപകടം കേട്ട്, ശബ്ദം കേട്ട ഉടൻ തന്നെ അവർ വീടിന് മുന്നിലേക്ക് ഓടി വന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഈ അപകടത്തിൽ അവർ ആദ്യ ഘട്ടത്തിൽ കണ്ടത്. അവരെ രക്ഷപ്പെടുത്തി. പിന്നാലെ നാട്ടുകാരെത്തി, പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി. അങ്ങനെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ആംബുലൻസ് ഡ്രൈവർമാരും എല്ലാവരും ഒരുമിച്ച് ഇടപെട്ടുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആളുകൾ ആശുപത്രിയിൽ എത്തിക്കുകയും അവരുടെ ജീവൻ ഉൾപ്പെടെ സുരക്ഷിതമാക്കുകയും ചെയ്തു. എന്തായാലും ഈ അപകടമുണ്ടാക്കിയ ബസ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൂടിയിരുന്ന നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഏറെക്കുറെ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ നമ്മുടെ ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം എത്തിച്ചു. അവരെല്ലാം തന്നെ പറഞ്ഞത് ഈ വളവിലാണ് ഈ അപകടം ഉണ്ടായത്. അമിത വേഗതയൊക്കെയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച പരിശോധനകൾ ഇനി വരും മണിക്കൂറുകളിൽ നടത്തും. പോലീസ് ഉൾപ്പെടെ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രൈവറെ കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ആശുപത്രിയിലുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ക്ലീനർ നെടുമങ്ങാട് ആശുപത്രിയിലുണ്ട്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് ഇനി വലിയ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. പോലീസ് അത്തരം ജോലികളിലേക്ക് കടന്നു. ഈ ബസ്സിൻ്റെ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പോലീസ് നടത്തേണ്ടത്. ഈ ബസ്സിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതിൻ്റെ മുമ്പിലെ ഗ്ലാസ് ഉൾപ്പെടെ, പൊട്ടിയ ഗ്ലാസ് ഉൾപ്പെടെ ഈ റോഡരികിലുണ്ട്. ഈ ചില സീറ്റിൻ്റെ മറ്റും കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആളുകളുടെ ചെരുപ്പുണ്ട്. എല്ലാം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓടയോട് സമീപത്താണ് ഈ ബസ് മറിഞ്ഞു കിടന്നത്. ഏകദേശം 2-3 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു കുട്ടിയുടെ ഉൾപ്പെടെ ചെരുപ്പ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ബുക്ക് അവിടെ ഉണ്ട്, സീറ്റ് കവറുണ്ട്. അങ്ങനെ ഈ അപകടം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ബസ് ഉൾപ്പെടെ മാറ്റിയിരിക്കുന്നു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എല്ലാം തന്നെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഈ ഒരു അപകടത്തിൻ്റെ
വ്യാപ്തി കുറഞ്ഞിരിക്കുന്നു, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വലിയ വേദന നൽകുന്നതാണ്. അപ്പോഴും വലിയ ആശ്വാസം, ബസ്സിലുണ്ടായിരുന്ന ബാക്കി ആളുകൾ സുരക്ഷിതരാണ്. ഇവർ നിസ്സാര പരിക്കോടുകൂടി ചികിത്സയിൽ തുടരുന്നു. അവർക്ക് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാനാകും. അങ്ങനെ ഈ അപകടമുണ്ടായ ഓടയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഓട നിറയെ ചില്ല് കൂമ്പാരം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് ആദ്യഘട്ടത്തിൽ നടത്തിയ നാട്ടുകാർ ഉൾപ്പെടെ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഈ അപകടം നടന്ന സമീപത്തുള്ള വീട്ടിലെ അമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ശബ്ദം കേട്ട് ഉടനെ തന്നെ ഓടിയെത്തി ഞങ്ങൾ പകച്ചു നിൽക്കാതെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷിച്ചു തുടങ്ങി. അതാണ് കേരളത്തിന്റെ ഒരു മനസ്സ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അപകട മുഖത്ത് ഒന്നും നോക്കാതെ, ജാതിയോ മതമോ പ്രായമോ ലിംഗമോ ഒന്നും നോക്കാതെ ആ ഒരു ഇടപെടൽ മലയാളി എന്നും നടത്തിയിട്ടുണ്ട്. ആ ഇടപെടൽ തന്നെയാണ് ഈ ഒരു അപകട സമയത്തും നമ്മൾ കണ്ടത്. അങ്ങനെ ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കാരണമായത് ആ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. എല്ലാം മറന്നുകൊണ്ടുള്ള ഒരുമിച്ചുള്ള നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആംബുലൻസ് ഡ്രൈവർമാരുടെയും എല്ലാവരുടെയും തന്നെ രക്ഷാപ്രവർത്തനമാണ് എന്തായാലും ഈ അപകടത്തെ അതിന്റെ വ്യാപ്തി കുറച്ച് കൊണ്ടുപോയത്. അപ്പോഴും ഒരു മരണം അത് ഏറെ ദുഃഖം നൽകുന്ന വാർത്തയാണ് സുഹേൽ. തീർച്ചയായും ഓരോ ജീവനുകൾ നഷ്ടപ്പെടുമ്പോഴും അത് സ്വാഭാവികമായി നമ്മളോട് അടുപ്പമില്ലാത്തവരാണെങ്കിൽ പോലും മരണത്തിൽ പോലും ഒന്നിച്ച് വിഷമിക്കുന്ന ഒരു പൊതുബോധമുള്ള സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തിയ ഓരോ ജീവനും നമുക്ക് നമ്മുടെ മാതൃകയ്ക്ക് പുറത്ത് കേരള മാതൃക എന്ന് എടുത്തു പറയാൻ കൂടി സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും രാത്രി വൈകി 10:20 ഉണ്ടായ അപകടത്തിൽ 60 വയസ്സുകാരെ ദാസിനി ചേച്ചിക്ക് ജീവൻ നഷ്ടമായെന്ന നൊമ്പരപ്പെടുത്തുന്ന വാർത്ത വന്നൊരു മണിക്കൂർ കൂടിയാണ്. അപകടത്തിൽ ബാക്കി പരിക്കേറ്റ 48 പേർക്കും വാഹനത്തിൽ 48 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരുടെ എല്ലാം ആരോഗ്യനില ഇപ്പോൾ വളരെ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നു. 1 വയസ്സും 3 വയസ്സുമുള്ള പിഞ്ചോമനുകളടക്കം ആ ബസ്സിലുണ്ടായിരുന്നു. അവരൊക്കെ SIT ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് മാത്രമല്ല, അവരുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ ആ നഴ്സുമാരുടെയൊക്കെ ആശ്വാസകരങ്ങൾ അവരിങ്ങനെ എന്തി പിടിക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷമാണ് ഈ അപകടമുഖത്ത് നമുക്ക് കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു അപകടമുണ്ടായപ്പോൾ അമാന്തിക്കാതെ ഞെട്ടലില്ലാതെ അപകടമുഖത്തേക്ക് ഇറങ്ങി തിരിച്ച് വളരെ വേഗത്തിൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് തന്നെ എല്ലാവരും പുറത്തെടുത്ത് അതിവേഗത്തിൽ തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്ന് ആളുകളെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് അപകടത്തിൽ പരിക്കേറ്റവർ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സർവ്വസന്നാഹങ്ങളുമായി ആരോഗ്യ സംവിധാനത്തെ സ്ഥാപിക്കുകയും ചെയ്ത സംവിധാനങ്ങളെല്ലാം പോലീസുകാരായിക്കോട്ടെ, ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അങ്ങനെ ഈ ദുരന്തമുഖത്ത് അപകടമുഖത്ത് ഒന്നായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാതെ വയ്യ. ഒപ്പം ഒരു മരണമെന്ന സംഘടനപരമായ വാർത്ത ഏറെ നൊമ്പരപ്പെടുത്തുന്നു.